കോന്നി സുരേന്ദ്രന്റെയും കൊച്ചയ്യപ്പന്റെയും പാപ്പാൻ ഷംസുദ്ദീൻ പറയുന്നു. ഇവരാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഇതാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഈ വരുന്ന മുടിയെ ഇത് ഇപ്പൊ ഒരു കട്ടിയുണ്ട്, ഇതെങ്ങനെ ഇത് പോകുന്നത്? ഇത് നമ്മൾ ഉരച്ച് കുളിപ്പിക്കുമ്പോൾ കുറച്ച് മുടി നമുക്ക് പോകും. പിന്നെ പ്രായമാവുന്നതിൻ്റെ അനുസരിച്ച് മുടി നമ്മൾ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് കട്ട് ചെയ്ത് കളയും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മരത്തെ കെട്ടിയാലുണ്ടല്ലോ, മരത്തെ വെച്ച് ഉരച്ച് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെച്ച് ഉരച്ചിട്ട് അത്യാവശ്യമുള്ള മുടി പോകും. സാധാരണ നമ്മുടെ കാട്ടിലെ ആനയൊക്കെ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ഇതിൻ്റെ ഒരു സഞ്ചാരം? 20, 25, 30. പിന്നെ അതിൽ കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. അതിൻ്റെ ആ സൗകര്യം, തീറ്റയുടെ സൗകര്യം അനുസരിച്ചാണ്, പുഴ, വെള്ളം ഇതൊക്കെ അനുസരിച്ചാണ് ആനകൾ ദൂരം സഞ്ചരിക്കുന്നത്. ജനിച്ചത് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ജനിച്ച സമയത്തേക്ക്? ഇത് 2021 9-ാം മാസമാണ് യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന്, ആങ്ങമൂഴി യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന് ഇവിടെ കോന്നി ആനത്താവളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെ കിട്ടിയിട്ടൊരു 10 ദിവസം അവിടെ അവർ സംരക്ഷിച്ച് തള്ള ഗ്രൂപ്പിന്റെ കൂടെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് സംരക്ഷിച്ചു നിർത്തി. പക്ഷെ കൂട്ടം വന്നില്ല. കുട്ടി ആന ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ശബ്ദിക്കാതെ കൊണ്ട് നിന്നാൽ ആന ഗ്രൂപ്പ് ഇങ്ങനെ നിന്ന് തീറ്റ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ആന ഓട്ടോമാറ്റിക്കലായിട്ട് കയറി അങ്ങ് പോകും വനത്തിലേക്ക്. പുല്ലും പോച്ചയും കൊടുത്ത് തീറ്റി പഠിപ്പിക്കുക. ഇപ്പൊ ഏകദേശം ഒരു 10-12 കിലോ പുല്ല് തിന്നും. ഇവനെ ദിവസം എത്ര നേരം കുളിപ്പിക്കും? രാവിലെ ആനയെ ഈ തൊണ്ടിന് തേച്ച് കുളിപ്പിക്കും. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയായി നല്ല വെയിലാണെങ്കിൽ തണുപ്പിക്കും. ഒരു 3 പ്രാവശ്യം ഈ പൈപ്പിൽ നല്ലപോലെ ആനയെ തണുപ്പിക്കും. തണുപ്പിക്കുന്ന ആനയ്ക്ക് നല്ല ഉന്മേഷമാണ്. നല്ല ആനയെ തണുപ്പിക്കണം. തണുപ്പിച്ചില്ലെങ്കിൽ ആനയ്ക്ക് നോവെന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവും. ഇങ്ങോട്ടിരുന്നാനെ. അതെ, ഇങ്ങോട്ടിരുന്നാനെ. പല്ല് വന്നോ? പല്ല് വന്നു, കൊമ്പ് വന്നു. പല്ല് കൊച്ചയ്യപ്പന്റെ പല്ലൊന്ന് കാണണമല്ലോ. ഇവിടെ ഇതുണ്ടോ കൊമ്പ് മുളച്ചിട്ട് ഇപ്പം നമുക്ക് 2 മാസം കഴിഞ്ഞു. ആണോ? അപ്പൊ ഇവൻ രാവിലത്തെ ഇവന്റെ നടപ്പ്, കുളി, കഴിപ്പ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി അടുത്തെ? എല്ലാം കഴിഞ്ഞിട്ട് ഇവനെ ഇനി ഈ പുല്ല് കുറച്ച് പറക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് ഇവനെ റൗണ്ട് നടന്ന ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് കാണും. കണ്ടിട്ട് ഇവന് ഒന്ന് മയങ്ങും. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തുനിന്ന് ചെറിയൊരു ഉറക്കം ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ കളിയാണ്.